നമ്മൾ മുഖം കഴുകി വന്നു. ഇതാണ് ഫൈനൽ റിസൾട്ട്. അടിപൊളിയായിട്ടുണ്ട് ട്ടോ. ഇത് ഒറ്റ പ്രാവശ്യം ഇട്ടപ്പോഴാണ് നമുക്ക് ഇത്രയും നല്ലൊരു റിസൾട്ട് കിട്ടിയിരിക്കുന്നത് ട്ടോ. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും കുഴപ്പമൊന്നുമില്ല ട്ടോ. ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ്. ബീട്രൂട്ട് നമുക്ക് എല്ലാവർക്കും അറിയണ ഒരു കാര്യമാണ് അല്ലേ? നമുക്ക് എപ്പോഴും കിട്ടണ ഒരു കാര്യമാണ്. ചീപ്പ് റേറ്റിലൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ പാക്ക് എന്ന് പറഞ്ഞാൽ കിഡു റിസൾട്ടാണ് കേട്ടോ. അപ്പം നമ്മളിതിനെ ഗ്രേറ്റ് ഒക്കെ ചെയ്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത്രയും നേരം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കണ്ടോ, ഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ നീരൊന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ. ഇത് നമുക്ക് മുഖത്തുണ്ടാവണ ആ കരിവാളിപ്പൊക്കെ പെട്ടെന്ന് മാറ്റാനായിട്ട് സാധിക്കുന്ന ഒരു അടിപൊളി പാക്കാണ്. സിമ്പിൾ പാക്കാണ്. നമ്മൾ നല്ല കളർ വയ്ക്കുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ. ബീട്രൂട്ട് നമുക്കറിയാലോ. ബീട്രൂട്ടിൻ്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും നന്നായിട്ട് അറിയാം. നമ്മുടെ തലയിലേക്കും നല്ലതാണ്. തലയിലേക്ക് ഇതിൻ്റെ നീരൊക്കെ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹെന്ന ഒക്കെ തയ്യാറാക്കുമ്പോൾ ഇത് ബീട്രൂട്ടിൻ്റെ നീര് അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ആ തലയിലേക്ക് അതിൻ്റെ ആ ഒരു കളറൊക്കെ പിടിച്ച് കഴിഞ്ഞാണ്ടല്ലോ നരേനെയൊക്കെ നമുക്ക് ഓടിപ്പിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഐറ്റമാണ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് നീര് ഞാൻ പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ തൈരോ പാലോ ഒന്നും ചേർക്കണില്ല കേട്ടോ. ഈ ഒരു നീര് മാത്രമാണ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് എടുക്കാം കേട്ടോ. ആവശ്യത്തിന് നമുക്ക് പിഴിഞ്ഞെടുത്താൽ മതി. ഇതിലോട്ട് നമ്മൾ ഇച്ചിരി അരിപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടി നല്ലൊരു വൈറ്റനിങ് ഏജൻ്റ് ആണെന്ന് എല്ലാവർക്കും നന്നായിട്ട് അറിയണ ഒരു കാര്യമാണ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി പറയാം കേട്ടോ. വൈറ്റനിങ് ഏജൻറ്റ് മാത്രമല്ല, നമ്മുടെ മുഖത്ത് ഉണ്ടാവണ ഈ മോക്കുരു വന്നിട്ടുള്ള പാടുകൾ, അതേപോലെ തന്നെ ഈ ചൂടിൻ്റെ ഇതുകൊണ്ട് ഉണ്ടാവണ ഈ ഒരു ഇൻഫെക്ഷൻ പോലെയൊക്കെ വരില്ലേ, അങ്ങനെയൊക്കെ വരണ ആ ഒരു ബുദ്ധിമുട്ടിനൊക്കെ കളയാനൊക്കെ ആയിട്ട് അടിപൊളിയാണ്. നല്ലൊരു സ്ക്രബിങ്ങും കൂടിയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടണ ഐറ്റമാണ് നമ്മുടെ അരിപ്പൊടി എന്ന് പറയുന്നത്. പിന്നെ നമ്മളിതിൽ റോസ്റ്റഡ് മഞ്ഞൾപ്പൊടിയാണ്. റോസ്റ്റഡ് മഞ്ഞൾപ്പൊടി എന്ന് എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ മഞ്ഞൾപ്പൊടി ആണെങ്കിൽ ചിലവർക്ക് പുകച്ചിലുണ്ടാകും. ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതൊരു പിഞ്ച് ഇടണേ ഉള്ളൂ. കുറേ ഇടുമ്പോഴാണ് മുഖത്ത് നമുക്ക് ആ ഒരു കളറൊക്കെ ഫീൽ ചെയ്യണത്. ചിലർ പറയുമല്ലോ മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മുഖത്ത് ഭയങ്കര മഞ്ഞ കളറൊക്കെ തോന്നണമെന്നുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ എല്ലാം കൂടി നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൈ നല്ലപോലെ വൃത്തിയിൽ കൈ മുഖമൊക്കെ കഴുകിയതിന് വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യണത്. അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഏത് നേരം മുഖം കഴുകി കൊടുക്കണ്ട നമ്മൾ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുഖത്ത് ഒരു ജലാംശമുണ്ട് സ്കിന്നിൽ. അത് നമ്മൾ എപ്പോഴും നമ്മൾ സോപ്പ് ഉപയോഗിച്ച് ഒരിക്കലും മുഖം കഴുകരുത്. ഫേസ് വാഷ് എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് നമ്മൾ കഴുകുമ്പോൾ ആ ഒരു ജലാംശം നമുക്ക് പുറമേ ഉള്ളത് നഷ്ടപ്പെടുകയാണ് കേട്ടോ. പിന്നെ അതിനനുസരിച്ച് നമ്മൾ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ നമുക്കത് സെറ്റാക്കി എടുക്കാനായിട്ട് പറ്റും. പലരും മടിക്കണ ഒരു കാര്യമാണ് വെള്ളം കുടിക്കുന്നതൊക്കെ. അപ്പം നമുക്ക് ഉള്ളിലോട്ട് നല്ലോണം ചെന്നാൽ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ സെറ്റാവുള്ളൂ. നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോയിങ് ആയിട്ട് ഇരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പാക്ക് ഇട്ടുകൊണ്ട് മാത്രമാവില്ല കേട്ടോ. സിമ്പിളായിട്ട് നമുക്കിവിടെ ആക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് നമുക്ക് നമ്മുടെ കൈ മാത്രം ഉപയോഗിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു പച്ചക്കറി അരിയുമ്പോഴോ എന്തെങ്കിലും ഒരു പണി എടുക്കുമ്പോഴോ നമുക്ക് ചെയ്യാവുന്ന ഒരു പാക്കാണ്. ചിലപ്പോൾ നമ്മൾ ബീട്രൂട്ടൊക്കെ എടുക്കുമ്പോൾ അത് നമ്മൾ തോരനൊക്കെ വെക്കാൻ എടുക്കുമ്പോൾ അതിൻ്റെ നീര് ചിലപ്പോൾ നമുക്ക് വെറുതെ കളയും ഇല്ലേ. അപ്പോൾ ഇതൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ലേശം അരിപ്പൊടി മാത്രം മിക്സ് ചെയ്തിട്ട് നിങ്ങൾ മുഖത്തിട്ടാലും നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിൽ റോസ് വാട്ടറോ തൈരോ ഒന്നും ചേർത്തിട്ടില്ല. ഈ ഒരു നീര് മാത്രമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പെട്ടെന്നൊരു ഫംഗ്ഷനൊക്കെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ ഇതൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതേപോലെ തക്കാളി, ക്യാരറ്റ് നമ്മൾ ചെയ്യുമ്പോൾ പച്ചയ്ക്ക് ചെയ്യുന്നതിനേക്കാളും നല്ലത് ചിലവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കും. അപ്പോൾ അതിന് ഭേദം നിങ്ങൾക്ക് ഒന്ന് ആവി കയറ്റിയിട്ട് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. വേറെ കുഴപ്പമൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ ഓക്കെ. അല്ലാതെ എല്ലാവർക്കും പിടിക്കില്ലല്ലോ. ചിലർക്ക് കാപ്പിപ്പൊടി പിടിക്കില്ല, ചിലർക്ക് തക്കാളി പിടിക്കില്ല. അപ്പോൾ ഓരോ സ്കിന്നിനും ഓരോ ടൈപ്പാണ്. അപ്പോൾ നമ്മുടെ സ്കിന്നിന് ഏതാ യോജിച്ചതെന്ന് വെച്ചാൽ നോക്കിയിട്ട് വേണം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പാക്ക് ഇടുമ്പോൾ എപ്പോഴും കഴുത്തിലും കൂടി ഇടണം. ഇതൊരു സ്ക്രബിങ്ങിൻ്റെയും കൂടി കിട്ടുമ്പോൾ നമുക്ക് ആ കഴുത്തിൽ വല്ല ഡാർക്ക്നെസ് ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ ചെയിനൊക്കെ ഇട്ടിട്ടോ ഹോർമോണിൻ്റെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ കാണിക്കണം. ഈ ചെയിനൊക്കെ ഇട്ടിട്ടൊക്കെ വരുന്ന ഇതുണ്ടാവും. പിന്നെ നമുക്ക് വെയിൽ സൺ ടാൻ അടിച്ചിട്ട് വരുന്ന കറുപ്പ് നിറക്കില്ലേ, അതൊക്കെ പോകാനൊക്കെ ആയിട്ട് ഈ ഒരു പാക്കൊക്കെ ഇടുമ്പോൾ
നമുക്കതിനൊരു മാറ്റം കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ കഴുകി കളയുമ്പോണ്ടല്ലോ ആ ഒരു സ്ക്രബിങ്ങിനോട് കൂടിയിട്ടാണ് നമ്മളത് കഴുകി കളയുന്നത്. അപ്പോൾ നല്ല ആ കറുപ്പ് നിറം ഉണ്ടെങ്കിൽ കരിവാളിപ്പൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് മാറാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഇതൊരു പ്രാവശ്യം ഇട്ടതിന് ശേഷം വീണ്ടും നമ്മൾ ഒരു പ്രാവശ്യം കൂടി മുഖത്ത് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി മൂക്കിൻ്റെ അവിടെയൊക്കെയാണ് നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ വരിക. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ അത് കംപ്ലീറ്റ് പോവുകയും ചെയ്യും. പിന്നെ നമ്മളിങ്ങനെ ചെയ്യണതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൂക്കിനൊക്കെ ഒരു ഷേപ്പ് വരും. നമ്മൾ ഡെയിലി ഒരു മസാജൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മൂക്കിനൊക്കെ ഒരു ഷേപ്പ് വരും കേട്ടോ. അപ്പോൾ നമുക്കിതൊരു 10 മിനിറ്റ് നേരം നമ്മുടെ മുഖത്ത് കിടേണ്ട കാര്യമുള്ളൂ. 10 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ മുഖം വലിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ബാക്കിയുള്ളതും കൂടിയിട്ട് നമ്മൾ ഇത് വലിയതിനനുസരിച്ച് ഒന്ന് ഇട്ട് കൊടുക്കുക. ഒരു 2 പ്രാവശ്യമെങ്കിലും നമ്മളൊരു പാക്ക് മുഖത്ത് ഇടണം കേട്ടോ. 2 പ്രാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഇട്ട് ഒന്ന് വലിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളതും കൂടി നമ്മളൊന്ന് മുഖത്തിട്ട് കൊടുക്കുക. അപ്പോഴാണ് ശരിക്കും ആ സ്കിന്നിൽ ആദ്യത്തെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ മസാജ് കൊടുക്കുമ്പോൾ സ്കിന്നിലോട്ട് അബ്സോർവായിട്ട് പോവുകയാണ്. അതിനുശേഷം നമ്മളിടുമ്പോൾ ശരിക്കും നമ്മുടെ പുറമേക്കൊക്കെ നല്ല രീതിയിൽ പിടിക്കുക. ഉള്ളിലേക്കും ആയി പുറമേക്കും ആയി കേട്ടോ. കാണുമ്പോൾ തന്നെ പേടിയുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുഞ്ഞു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ റിസൾട്ട് ഞാൻ ഫസ്റ്റിലേ കാണിച്ചു തരാം കേട്ടോ. മുഖം കഴുകിയിട്ടുള്ള ഫസ്റ്റിലേ ഇതിൻ്റെ റിസൾട്ട് ഞാനിടാം. അടുത്തൊരു ഗുഡ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.